ഇപ്പോൾ ഒരു തീവ്രവാദത്തിനെ പറ്റി ഒരു സിനിമ എടുക്കുകയാണ് ചങ്ങായി. ശബരിമല ഇടയിൽ കുത്തിക്കയറ്റുക. നമുക്ക് അതിൻ്റെ ഇതൊന്ന് കാണാൻ സംസാരിക്കാം. ടെററിസ്റ്റുകൾ ഡിസംബർ 6 ശബരിമല ആക്രമിക്കാൻ വരുന്നതാണ് നമ്മുടെ സബ്ജക്ട്. ഇന്നലെ നമ്മുടെ ശബരിമലയെ കുറിച്ച് അല്ലെങ്കിൽ അയ്യപ്പനെ കുറിച്ച് സ്റ്റോറി പറഞ്ഞിട്ടില്ല, എനിക്ക് തോന്നുന്നു വന്നിട്ടില്ല. എല്ലാ അയ്യപ്പനെ കുറിച്ചുള്ള സിനിമകളും ഏതാണ്ട് ഒരേ പേറ്റേൺ തന്നെയാണ്. ഏറ്റവും അവസാനം അയ്യപ്പ രക്ഷിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ചില സ്ഥിരം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറന്റ് ആയിട്ട് എങ്കിൽ കുറച്ച് ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കവിതകളും ചേർത്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ടെററിസ്റ്റ് ഇപ്പൊ നമ്മുടെ പ്രസന്റ് ലൈഫിൽ നടന്നിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഡൽഹിയിൽ നടന്ന സ്ഫോടനം, ഓക്കെ, അതൊക്കെ ഡിസംബർ 6 ആയിരുന്നു എന്നാണ് ന്യൂസിൽ നമുക്ക് കേട്ടിട്ടുള്ളത്. പ്രസന്റ് ലൈഫിൽ നടന്നാണെങ്കിൽ ചങ്ങായി പ്രസന്റ് ലൈഫത്തെ കാര്യം ചെയ്യും. അല്ലാണ്ട് ഇത് ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കല്ലേ. നിങ്ങൾ വെറുതെ ഒരു മതതീവ്രവാദം, അതായത് ഇതാണ് മതതീവ്രവാദം നിങ്ങളിപ്പോൾ കാണിക്കുന്നില്ലേ, അതാണ്. ഓക്കെ, നിങ്ങൾ വേറെ സംഭവം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ മതതീവ്രവാദത്തിൻ്റെ ശരിക്കുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതിൽ എല്ലാ മതത്തിലും ഉണ്ട്, ഒരു മതത്തിലൊന്നല്ല ഞാൻ പറയുന്നത്. ഇതുകൂടി കണ്ടോ, ഇതുകൂടി കണ്ടിട്ട് എന്ന് പറഞ്ഞു. ഒരു നരുന്ത് പോലത്തെ ഒരുത്തം വന്നിട്ട് ബോലോ ജയ് ശ്രീറാം, ബോലോ ജയ് ശ്രീറാം, അതായത് തല്ലുക. അതായത് ഇതാണ്. എന്നിട്ട് വേറെ ഏതോ ടാക്സിക്കാരൻ്റെ ഒരു ഇതിനും കൂടി ഉണ്ട്. ഒരു സ്ഥലത്ത് പോയിട്ട് ജയ് ശ്രീറാം എന്ന് പറയുന്ന ഒരു തൊപ്പിയിട്ട ചങ്ങായിട്ട് പോയിട്ട് ജയ് ശ്രീറാം എന്ന് പറയാം. അപ്പോൾ ഇതും ഒരു മതതീവ്രവാദമാണ്. ഓക്കെ, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ ബീഫ് കഴിച്ച് തല്ലി കൊല്ലുക, എന്നിട്ട് വന്നിട്ട് ഇരുന്ന് പറയുക എന്താ ഇത് ടെററിസ്റ്റുകൾ ശബരിമലയിലായി. ശബരിമല ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഉണ്ടാവല്ലേ, ഇത്ര പറയാമല്ലോ. കാരണം എല്ലാ മതത്തിലും ഉണ്ട് കുറേ എണ്ണം ഈ മതത്തിന് വേണ്ടി നടക്കുന്നത്. ഒരാളാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തോട്ട് വരില്ല, ഈ വൃത്തിയ തോട്ട് വരില്ല നിങ്ങൾക്ക്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് വല്ല തീവ്രവാദികളോ ആരെങ്കിലും വന്നിട്ട് ഇതായി നിങ്ങൾ എന്ത് ചെയ്യും? ഒരു സ്ഥലത്തിന് നിങ്ങളായിട്ട് മലിനമാക്കും. വൃത്തികെട്ട രീതിയിൽ ആൾക്കാരെ പോർട്രേ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഇത് ഡൽഹി കലാപത്തിന്, ഡൽഹിയുടെ സ്ഫോടനത്തിനെതിരെ അത് സിനിമയാക്കിയിട്ട് എടുക്കുക, എന്നിട്ട് ആൾക്കാരുടെ അവയർനെസ് കൊടുക്കുക. അല്ലാതെ ഈ ഒരു പരിപാടി, വൃത്തികെട്ട പരിപാടി ചെയ്യല്ലേ. മതം വിറ്റ് ജീവിക്കുന്ന ഒരാളിൽ നിങ്ങളും കൂടി ആവല്ലേ. കുറേ പേരുണ്ട് മതഭ്രാന്ത് പിടിച്ചിട്ട് നടക്കുന്ന ടീംസ്. അവരുടെ ഇടയിൽ കൂടെ നിങ്ങളും കൂടി കുത്തിക്കയറ്റി മതകലാപം ഉണ്ടാക്കി കൊടുക്കല്ലേ. ഓക്കെ, ഇതൊക്കെ കാണില്ലേ, ഇതും നടക്കുന്നുണ്ട്. എന്നാൽ ഇതും കൂടി ചേർക്ക്. ഓക്കെ, എല്ലാവരും ഇതിൽ ചേർക്ക്, എല്ലാവരും കൂടെ കൊണ്ടുപോവാം. അല്ല ഒന്നിനെ മാത്രം ഇതാക്കല്ലേ. ഓക്കെ.